എൻ്റെ പേര് ഡോക്ടർ അന്ന മാണി. ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജനറൽ സർജറിയിൽ സീനിയർ കൺസൾട്ടൻ്റാണ്. സ്തനത്തിൽ മുഴകൾ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യണം? സ്തനത്തിൽ മുഴകൾ ശ്രദ്ധിച്ചാൽ അത് ഒരു സർജനെ കൊണ്ട് വിലയിരുത്തേണ്ടതാണ്. ചെറുപ്രായത്തിൽ 20-ാം വയസ്സിൽ ഈ ഓടിമാറുന്ന മുഴകൾ കൂടുതൽ ഫൈബ്രോഡിനോമയാണ്, പ്രശ്നമില്ലാത്തതാണ്. എങ്കിലും ശരിയായി വിലയിരുത്തേണ്ടതുണ്ട്. അതിന് അൾട്രാസൗണ്ട്, ആവശ്യമെങ്കിൽ FNAC ഒരു നീഡിൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു 40-ാം വയസ്സിന് അടുക്കുന്നുള്ളവർ മുഴകൾ ശ്രദ്ധിച്ചാൽ ആദ്യം ഒരു സർജനെ കാണണം, പിന്നെ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ക്യാൻസറിൻ്റെ സംശയമുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കോർ നീഡിൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ സർജൻസ് പരിശോധിക്കുമ്പോൾ 2 സ്ഥലവും പരിശോധിക്കും, 2 കക്ഷവും കഴുത്തും അവിടെയെല്ലാം കഴലകളുണ്ടോ എന്ന് നോക്കും. ഗർഭം ഉള്ള സമയത്തും പാലൂട്ടുന്ന സമയത്തും ക്യാൻസർ വരില്ല എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. അത് തെറ്റാണ്. ആ സമയത്ത് വരുന്ന മുഴകളും കൂടുതൽ ക്യാൻസർ അല്ലാത്ത മുഴകളാണെങ്കിലും ഗർഭമുള്ളപ്പോഴും പാലൂട്ടുന്ന സമയത്തും വരുന്ന മുഴകളും ക്യാൻസർ ആണോ എന്ന് നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മുലയൂട്ടുന്ന സമയത്ത് മുഴ ശ്രദ്ധിച്ച് അത് പഴുപ്പാണെങ്കിലും അത് ഒരു 2 ആഴ്ച 3 ആഴ്ച ചികിത്സിച്ചിട്ട് അത് മാറുന്നില്ലെങ്കിൽ അതിൽ നിന്നും അൾട്രാസൗണ്ടും ആവശ്യമെങ്കിൽ ഈ കോർ ബയോപ്സി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ആ കാലയളവിലും ചിലർ ക്യാൻസറായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് വളരെ ഒരു അഡ്വാൻസ് സ്റ്റേജിലാണ് ഞങ്ങളുടെ അടുത്ത് എത്തുന്നത്. ഞാൻ ചികിത്സിച്ചതിൽ ബ്രസ്റ്റ് ക്യാൻസറിൽ ഏറ്റവും യങ്ങസ്റ്റ് പേഷ്യൻ്റ് 23 ഇയേഴ്സാണ്. അതുകൊണ്ട് ആ ചെറുപ്രായത്തിലും ബ്രസ്റ്റ് ക്യാൻസർ വരില്ല എന്നില്ല. അതുകൊണ്ട് ഏത് പ്രായത്തിലും സ്തനത്തിൽ മുഴകൾ ശ്രദ്ധിച്ചാൽ അതൊരു സർജനെ കൊണ്ട് വിലയിരുത്തി ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യണം. 35 വയസ്സിന് താഴെ അൾട്രാസൗണ്ട് മതിയാവും. ഒരു 40-ന് മുകളിൽ ആണ് ഈ മാമോഗ്രാം ചെയ്യുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരു നല്ലൊരു ശതമാനം ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. ലേറ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് അത്രയും നല്ല റിസൾട്ട് തരാൻ പറ്റുന്നില്ല.